മൂസാക്ക, ഇതെന്താ സർക്കസാ? അങ്ങോട്ടൊന്ന് പോണായിരുന്നു. വേണ്ട വേണ്ട, അത് താങ്ങൂല. ഓ, ഞാനതങ്ങ് മറന്നു. അല്ലേലും ആനക്കറിയില്ലല്ലോ ആനയുടെ വലിപ്പം. നീ ഒരു പാപ്പാനായതുകൊണ്ട് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടല്ല, ഇത് പഴയ തടിയാ, വെള്ളത്തിൽ പോവും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്ത് വിശേഷം? അങ്ങനെ ആന്ത്രാക്സ് കിട്ടിയില്ലേ? പിന്നെ 500 കിലോ ആന്ത്രാക്സ് കിട്ടി. വെച്ചാരാ പുട്ടു പുഴുങ്ങാം. പിന്നെ 2 കാട്ടുപോത്തിനെ കിട്ടി. നമുക്ക് അറക്കാം. ഇതും അവിടുന്ന് കിട്ടിയതായിരിക്കും. ഇതാണ് മോനെ ആന്ധ്രവായു. ഇനി എങ്ങോട്ടാ? ഞാൻ നമ്മുടെ വർക്കിച്ചന്റെ വീട് വരെ. ആ കാളെ ഒന്ന് നോക്കണം. അതിന് വർക്കിച്ചുണ്ടല്ലോ. ഇങ്ങനെ നോക്കാനല്ല, കാളെ ഒന്ന് നോക്കണം. ഓ, അത് ശരി, ഇറച്ചിക്ക് ചോദിക്കാൻ. എന്തിനാ മൂസാക്ക കിട്ടാത്ത മുന്തിരിക്ക് കിടന്ന് അലയുന്നത്? അത് മുന്തിരി, ഇത് കാള. ഇതൊക്കെ ഒരു സുഖമല്ലേ കുട്ടപ്പ? ഇതൊക്കെ ഒരു അസുഖാന്നേ. അതല്ല കുട്ടപ്പ, പണ്ട് മുതലേ എന്നെ എന്തിനെ നിന്റെ കണ്ണിൽ അങ്ങോട്ട് തടയാത്തു? ഇവിടെ അങ്ങേര് കാളെ വളർത്തുന്നു, ഞാൻ അറുക്കുന്നു. അയാൾക്ക് ആ ഒരു കാളേ ഉള്ളൂ. എന്റെ ഈ കയ്യിലൂടെ 500 കാളകൾ കേറി ഇറങ്ങി പോയിട്ടുള്ളതാ. എന്നിട്ടൊന്നും കാണുന്നില്ലല്ലേ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ മൂസാക്ക പറയുന്നത്? ഒന്നും അറിയാത്ത കുട്ടപ്പാ, നീ ഒന്നും ചെയ്യുന്നില്ല, അതാ എന്റെ പരാതി. മനസ്സിലായില്ല? എടാ, വർക്കിച്ചന് കൊടുക്കുന്ന പോലെ എനിക്കും കൂടെ തരാൻ ഒന്ന് ഓമനയോട് പറയണേ. അത് ഞാൻ തന്നാ പോരെ? അന്തിയുടെ കാര്യല്ലേ? അത് ഞാൻ ഏറ്റ്. ഞാനങ്ങ് പേടിച്ചു പോയി. ഏറ്റാ മതി. അന്തിക്കള്ളും അന്തിമയക്കും അന്നു ഞാനൻ സ്വന്തമാക്കും, അന്ന് നിന്റെ അന്ത്യമാകും. വിട്ടോ വിട്ടോ, നേരെ പോ. ഇതാണ് നിന്റെ കുഴപ്പം. പോയി ഉടഞ്ഞു പോയി. കയ്യിലെല്ലു കൊള്ളുന്നു. എടോ, വന്ന വാളെ തൊഴുത്തിൽ കയറി താൻ എന്നാ എടുക്കുക? അതവിടെ നിന്നോട്ടെ, താൻ ഇങ്ങോട്ട് വന്നേ. ഇതാകെ പോയി. കാളെ അങ്ങ് മെലിഞ്ഞല്ലോ. ഇതിന് തീറ്റ ഒന്നും കൊടുക്കാറില്ലേ? അതിന് തിന്നാൻ കൊടുക്കാതെ ഞങ്ങളൊന്നും തിന്നാറില്ല, അല്ലേടാ മോനെ? അതല്ലേലും അത് തിന്നുന്നത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുകയല്ല. ഇതിങ്ങനാ ഇപ്പോഴത്തെ മാറുകൾക്കൊക്കെ രോഗമാന്നേ, കുളമ്പ് രോഗമാ. ഇവിടെ നിൽക്കാണോ? അങ്ങോട്ടിരിക്കാം മൂസാക്ക. എന്നാൽ അകത്തോട്ടിരിക്കാം. അത് വേണ്ട വേണ്ട, പുറത്തോട്ടിരിക്കാം. അതാ നല്ലത്. കാറ്റും അകത്താവുമ്പോഴേ ചൂടാ. രൂപ 10,000 വെച്ച് കൊടുത്തിട്ടാ 2 മുറ്റേനെ കൊണ്ട് കെട്ടിയിരിക്കുന്നത്. എന്നാലും ഇതിന്റെ ഇളപ്പം കാണുമ്പോ കൊതിയാവുക. ഞങ്ങളുടെ കാളെ നോക്കി മൂസാക്ക വെള്ളം ഇറക്കണ്ട. അയ്യോ, ഞാനൊരു ആശ പറഞ്ഞേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ തന്നാ മതി. കൊള്ളാം. അപ്പഴേ അതൊക്കെ ശരി തന്നെ. ആ ആശ മനസ്സിൽ വെച്ചാതി മൂസാക്ക. ആ പരിപ്പ് വേണമെങ്കിലേ അതിന് വെള്ളം വേറെ വേണം. ഇതെന്താ പുല്ല് ചെത്തൽ യജ്ഞമോ? അമ്മേ മക്കളൊക്കെ ഒരേ ചെത്താണല്ലോ. അന്നമ്മ ചേട്ടത്തി ആലീസോടെ പോയി. അമ്മയും ചേച്ചിയും കൂടി പള്ളിയിൽ പോയിരിക്കാ. നിനക്ക് ഈ പള്ളിയിൽ പോക്കും കുമ്പസാരമൊന്നും ഇല്ല. ഞാൻ കളിക്കാൻ പോവാം. ഇതിങ്ങനെ താങ്ങി നിന്നാൽ എങ്ങനെ? ഞാൻ പിടിക്കാം. അങ്ങോട്ട് ഇറക്കണ്ടേ? ഞാൻ പിന്നാലെ ഉണ്ട്, ഞാൻ പിടിക്കും. പിടിച്ചു ഇറക്കി കൊണ്ടിട്ടല്ലോ. ഞാനെല്ലാം കണ്ടു. എന്ത് കണ്ടു? കണ്ടു. മറ്റത് സൈക്കിള് മീൻകാരനുമായിട്ടുള്ള ചുറ്റിക്കളി ഞാൻ കണ്ടു. ഞാൻ ആരോട് പറയത്തില്ല. നമ്മളെ കൂടെ നീ വല്ലതും പഠിക്കണുണ്ടോടാ? അതോ അപ്പനെ പോലെ കാളെ കൊണ്ട് നടക്കാനാണോ പാവം? അപ്പാപ്പൻ കാണുന്നില്ലേ ഞാൻ എന്ന് വരുന്നു പഠിക്കുന്നത്? എങ്കിൽ കൊള്ളാം. ശോഭേ,
കുറച്ച് വെള്ളം ചൂടാക്ക്. നല്ല ശരീരവേദന. ആ നീ ഇതെല്ലാവർക്കും കൊടുക്ക. എന്താ അപ്പാപ്പനും കൊച്ചുമക്കളും കൂടി ഒരു വർത്തമാനം? എടാ, പള്ളി കമ്മിറ്റിക്കാരിന്നും പിരിവിന് വന്നിരുന്നു. കൂടെ വികാരി അച്ഛനും ഉണ്ടായിരുന്നു. നിന്നെ അവര് പ്രത്യേകം തിരക്കി. ഈ അച്ഛന് വേറെ ഒരു പണിയില്ലേ, എപ്പോഴും പിരിവ് തന്നെ പിരിവ്. മനുഷ്യനാണെ കാശില്ലാതെ നെട്ടോട്ട് ഓടുക. ഇടി നിന്റെ അമ്മച്ചും ചേച്ചി എന്ത് ചെയ്യേ? അമ്മയും ചേച്ചിയും കിടന്ന് ഉറങ്ങാ അപ്പച്ച. ഇതെന്താ ഈ നേരത്തൊരു ഉറക്കം? ആ മണികണ്ട, PSC നിയമനം ഉടനെ അങ്ങനെ നടന്നാൽ DPPക്ക് നമുക്കൊരു മാഷ കൂടെ കിട്ടും. യൂണിയൻ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒക്കെ സ്വാർത്ഥം. മാഷന്മാരുടെ നേതാക്കൾക്ക് സ്വന്തം പുസ്തകം സിലബസിൽ ഉൾപ്പെടുത്താൻ താല്പര്യം. അതെ അല്ലെങ്കിൽ സർക്കാർ മൂരാച്ചി. ആലിസ് ഒന്ന് സഹായിക്കണ്ട മാഷെ. മാഷ് വേഗം വരില്ലേ? PT മീറ്റിംഗിന്റെ കാർഡിൽ കുറച്ച് അഡ്രസ് എഴുതാനുണ്ട്, മറക്കണ്ട. ഞാൻ പോട്ടെ ആലിസ്. പുല്ലരിഞ്ഞരിഞ്ഞ് കാളക്കാരിയാവും ഒടുവില്, അല്ലേ? അല്ലാതെ എന്തോ ചെയ്യാനാ? ഓരോ ജന്മത്തില് ഓരോ വിധിയാണല്ലോ. PSCയിൽ 50% നിയമനം ഉടനെ നടക്കുമത്രേ. കയറിപ്പറ്റാൻ പറ്റുമോ വല്ല പഞ്ചായത്ത് ഓഫീസിലെങ്കിലും? അറിയില്ല. 3 ടെസ്റ്റ് ഉണ്ട് എഴുതിയത്. റാങ്ക് പ്രകാരം കിട്ടേണ്ടതാ. അതിനും വേണമല്ലോ ഒരു ഭാഗ്യം. ഭാഗ്യം അതുണ്ടാവും. ദൈവത്തോട് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ല. കണ്ണു തുറക്കുന്നില്ലാന്നേ ദൈവങ്ങള്. ആ മാഷ് എങ്ങോട്ട് പോയതാ? ചായക്കട വരെ. ഒരു പ്രാതൽ. ഉച്ചയ്ക്കും രാത്രിയിലുള്ളൂ പാചകം. ഒരു കുടിസു മുറിയാണേ. ഞാനും സതീഷും പിന്നെ 2 കൂട്ടുകാരും. എന്താ ഞാൻ വന്ന് വെച്ചു വിളമ്പി തരണോ? അയ്യോ, കാളവർക്കി കാലിനാവും. സമയമാവട്ടെ, അപ്പ വെച്ചുണ്ടാക്കാം. ആ മാഷ് എന്നാ നാട്ടിൽ പോന്നേ? പെങ്ങൾക്കൊരാലോചനയുണ്ട്. അതൊത്ത ഒന്ന് പോയി വരണം. പിന്നെ ബാധ്യതയില്ലല്ലോ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഗോപിക സുമംഗലിയാവാൻ. നസ്രാണി പെണ്ണ് പ്രാർത്ഥിച്ച ഹിന്ദുക്കളുടെ ദൈവം കേക്കോ? ജാതിയും മതവും ഇല്ലാത്തതായി ദൈവങ്ങളെ ഉള്ളൂ. മനുഷ്യരല്ലേ ദുഷ്ടന്മാര്. എല്ലാം ശരിയാവുന്നേ. വാ, താമസിച്ച അവർക്ക് പിണങ്ങാൻ ഇനി അത് മതി. പച്ചമീൻ ഉമ്മ കൊടുക്കോടി. നീ എന്താ പൂച്ചയാ? നോക്കിയിരിക്ക മീൻ വെട്ടടി. എന്താ നിനക്കിവിടെ കാര്യം? അകത്ത് കയറിപ്പോടി.